നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിലുറപ്പ് പദ്ധതി കൂലി കുടിശ്ശിക. കേന്ദ്രം സംസ്ഥാനത്തിന് 750 കോടി രൂപ അനുവദിച്ചു. ഈ മാസം 21-നകം ഗഡുക്കളായി തുക സംസ്ഥാനത്തിന് കൈമാറും. നടപടി ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമാകും. വില കുറയ്ക്കില്ലെന്ന് പൗൾട്രി ഫെഡറേഷൻ. നാളെ മുതൽ കോഴിക്കടകൾ അടച്ചിടും. തോന്നിയ വിലയ്ക്ക് കോഴി വിൽക്കാമെന്ന് കമ്പനികൾ കരുതണ്ട. നികുതി വെട്ടിപ്പ് പിടിക്കാൻ ദ്രുതകർമ്മസേനയെ അയക്കുമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. GST ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സിമന്റ് കമ്പനികൾ തന്ത്രം മെനയുന്നു. വയനാട് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയില്ല. കാലവർഷം ചതിച്ചു. ജില്ലയിൽ ഹെക്ടർ കണക്കിന് വയലുകളിൽ കൃഷിയിറക്കിയില്ല. വില തകർച്ചയിൽ നിന്ന് കർഷകരെ കരകയറ്റാൻ കേന്ദ്രം ഇടപെടണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ്. പനമരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസ പ്രമേയ നോട്ടീസ്. സ്ഥിരം സമിതി അധ്യക്ഷയ്ക്കെതിരെ പ്രമേയത്തിൽ വോട്ടിംഗ് 13-ന്. വയനാട് റെയിൽവേ അടക്കം പദ്ധതി അട്ടിമറിക്കെതിരെ UDF പ്രക്ഷോഭത്തിന്. 22-ന് IC ബാലകൃഷ്ണൻ MLA ബത്തേരിയിൽ നിരാഹാര സമരം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതി കൂലി കുടിശ്ശികയായി സംസ്ഥാനത്തിന് കേന്ദ്രം 750 കോടി 5 ലക്ഷം രൂപ അനുവദിച്ചു. തുക ഈ മാസം 21-നകം ഗഡുക്കളായി ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. നടപടി വയനാട്ടിലടക്കം ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമാകും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 8 മാസത്തിലേറെയായി സംസ്ഥാനത്ത് കൂലി മുടങ്ങിയിരുന്നു. ഇത് വയനാട്ടിലെ പിന്നാക്ക ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ജില്ലാ ആസ്ഥാനത്തടക്കം പലയിടങ്ങളിലും കൂലി കുടിശ്ശികയ്ക്ക് വേണ്ടി പദ്ധതി തൊഴിലാളികൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരുന്നു. കേന്ദ്രം കുടിശ്ശിക അനുവദിച്ചത് ഈ ജനവിഭാഗത്തിന് വലിയ ആശ്വാസമാകും. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് യഥാസമയം നൽകാത്തതാണ് ഗ്രാമവികസന മന്ത്രാലയം തുക അനുവദിക്കാത്തതിന് കാരണമെന്ന് IC ബാലകൃഷ്ണൻ MLA ആരോപിച്ചിരുന്നു. 2016-17, 2017-18 കാലയളവിലെ കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം 21-നകം കുടിശ്ശിക തുക 750 കോടി 5 ലക്ഷം രൂപ ഗഡുക്കളായി സംസ്ഥാനത്തിന് നൽകും. വിതരണം ചെയ്യുന്ന തുക കൃത്യമായി ഓഡിറ്റ് ചെയ്യണമെന്നും 1 കൊല്ലത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കേന്ദ്രം സംസ്ഥാനത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ക്രിയാത്മകമായാണ് കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. 7 മാസത്തിലധികമായി ചെയ്ത ജോലിക്ക് കൂലി കിട്ടിയില്ലെങ്കിലും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനസ്സില്ലാതെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ നിരവധി തൊഴിലാളികൾ ജോലി തുടരുന്നു. കുടിശ്ശിക കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അനുവദിച്ചെന്ന വാർത്ത തീർച്ചയായും ഇവരെ സന്തോഷിപ്പിക്കേണ്ടതാണ്. കാർഷിക പ്രതിസന്ധിയും വരൾച്ചയും രൂക്ഷമായതോടെ കാർഷിക മേഖലയിൽ തൊഴിലില്ലാതായ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വീണ്ടും അത്താണിയാകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകൾ കുടിശ്ശിക കാര്യം പരിഗണിക്കാതെ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയതും തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതും പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആശ്വാസമായി. കുടിശ്ശിക കിട്ടാത്തതിനാൽ അയൽക്കൂട്ടങ്ങളിലെ വായ്പ തിരിച്ചടയ്ക്കാനോ റൊക്കം പണം കൊടുത്ത് പലവ്യഞ്ജനങ്ങൾ വാങ്ങാനോ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാതെ നിരവധി കുടുംബങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആദിവാസി തൊഴിലാളികൾക്ക് സൗജന്യമായി അരി ലഭിക്കുന്നതുകൊണ്ട് കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കാമെങ്കിലും ജനറൽ വിഭാഗത്തിലെ പലരുടെയും സ്ഥിതി ശോചനീയമാണ്. കടം വാങ്ങിയും പണയം വെച്ചും തൊഴിലുറപ്പ് പദ്ധതിയിൽ പിടിച്ചു നിൽക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷ കൂലി കുടിശ്ശിക ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നതാണ്. തുക അനുവദിച്ചു കിട്ടിയ സാഹചര്യത്തിൽ അധികൃതർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് വിതരണം ചെയ്താൽ അതിനോളം വലിയ കാരുണ്യ പ്രവർത്തനം വേറെയില്ല. അവകാശങ്ങൾ പോലും അധികൃതരുടെ കരുണയായി മാറുകയാണല്ലോ നാട്ടിൽ. മരുന്നിന് പോകാൻ പൈസയില്ല. പിന്നെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നമുക്കൊന്നും ആവും. റേഷൻ അരി മേടിക്കണ്ടേ, അപ്പം അതിന് പൈസ ഇല്ലല്ലോ. അപ്പം അങ്ങനെ പിള്ളേരുടെ പഠിത്തം അങ്ങനെ നമുക്ക് പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി പണയം വയ്ക്കും. അതുകൊണ്ട് വന്നിട്ട് പലരും കടക്കടക്ക് പൈസ കൊടുക്കും, പിള്ളേരുടെ കാര്യങ്ങൾ നടത്തും. പണിക്ക് പോകാൻ ഈ തൊഴിലുറപ്പ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ആ പൈസ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കോഴിക്കച്ചവടക്കാർ സംസ്ഥാന ധനമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയം. വില കുറയ്ക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ച് വ്യാപാരികൾ. തോന്നിയ വിലയ്ക്ക് കോഴി വിൽക്കാമെന്ന് കമ്പനികൾ കരുതേണ്ടെന്ന് ധനമന്ത്രി. കോഴി നികുതി വെട്ടിപ്പ് കേസുകൾ പിടികൂടാൻ കർമ്മസേനയെ രംഗത്തിറക്കുമെന്നും മന്ത്രി. നാളെ മുതൽ കോഴിക്കടകൾ അടച്ച് സമരമെന്ന് പൗൾട്രി ഫെഡറേഷൻ. 14.5% നികുതി കുറച്ചപ്പോൾ 40% വില വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി പറഞ്ഞു.
തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് 87 രൂപ നിരക്കിലെ ഇറച്ചിക്കോഴി വിൽപ്പന പാടുള്ളൂ എന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ നിർദ്ദേശത്തിൽ പൗൾട്രി ഫെഡറേഷൻ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് ഫെഡറേഷൻ നേതാക്കളുമായി ഇന്ന് ആലപ്പുഴയിൽ ചർച്ച തീരുമാനിച്ചത്. ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കോഴിയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നതെന്നും ഇതിന് വില കുറയ്ക്കാതെ കോഴി 87 രൂപ പ്രകാരം വിൽക്കാനാവില്ലെന്നും വ്യാപാരികൾ നിലപാടെടുത്തു. എന്നാൽ കോഴിക്ക് നേരത്തെ ഈടാക്കിയിരുന്ന 14.5% വാറ്റ് നികുതി ഒഴിവാക്കുകയും GSTയിൽ നിന്ന് കോഴിയിറച്ചിയെ പാടെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വില കൂട്ടി വിൽക്കുന്നത് ഉപഭോക്താവിനോടുള്ള വെല്ലുവിളിയും ജനദ്രോഹവുമാണെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി. കോഴിയിറച്ചി മാഫിയയെ നേരിടാൻ കെപ്കോ പ്രവർത്തനം വിപുലമാക്കും. എല്ലാ പഞ്ചായത്തുകളിലും കോഴി വളർത്തലിന് കുടുംബശ്രീക്ക് സഹായം നൽകി സ്വയം പര്യാപ്തത കൈവരിക്കാനും സർക്കാർ ഉടൻ പദ്ധതി തയ്യാറാക്കും. തമിഴ്നാട് കോഴിയിറച്ചി മാഫിയയും കേരളത്തിലെ അവരുടെ ഇടനിലക്കാരും ചേർന്ന് സംസ്ഥാനത്ത് കോഴി വിപണിയിൽ തോന്നും പോലെ വില ഈടാക്കുന്നതിനെതിരെ ശക്തമായ നടപടിക്കാണ് ഗവൺമെന്റ് മുതിരുന്നത്. ആവശ്യക്കോഴിക്ക് അന്യായ വില ഈടാക്കുന്ന ലോബി പ്രവർത്തനം തടയാൻ തന്നെയാണ് തീരുമാനം. കോഴിക്കടക്കാരുടെ കടയടക്കൽ സമരത്തെ സർക്കാർ മിക്കവാറും അവഗണിക്കാനാണ് സാധ്യത. പകരം സംവിധാനങ്ങൾ സജ്ജമാകുന്ന ചെറിയ ഒരു കാലയളവിൽ കോഴിയിറച്ചി ഭക്ഷിച്ചില്ലെങ്കിലും ആർക്കും ഒന്നും സംഭവിക്കാനില്ലെന്നാണ് പൊതുനിലപാട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ചരക്കു സേവന നികുതി നിലവിൽ വന്നതോടെ സിമന്റ് വില കുറയുന്നത് കാത്ത് നിർമ്മാണ മേഖല. അതേസമയം വില കുറയ്ക്കാതിരിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് സിമന്റ് കമ്പനികൾ. സിമന്റിന് GST അനുസരിച്ച് 28% നികുതി. നേരത്തെ 30% നികുതി കൊടുത്ത സ്ഥാനത്താണ് ഇത്. നികുതി ഇനത്തിൽ 2% കുറവ് വന്നതിനാൽ വിലയിൽ അത് പ്രതിഫലിക്കണം. ഒരു ബാഗിന് ചുരുങ്ങിയത് 8 രൂപയെങ്കിലും കുറയണം. എന്നാൽ വൻകിട സിമന്റ് കമ്പനിക്കാർ വില കുറയ്ക്കാതിരിക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. പഴയ വില തന്നെ നിലനിർത്താനാണ് കമ്പനികളുടെ തീരുമാനം. ഫലത്തിൽ GST വന്നാലും അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിക്കില്ല. നിലവിൽ 360 മുതൽ 410 വരെയാണ് സിമന്റിന്റെ ചില്ലറ വില. സിമന്റ് അടക്കമുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിലവർധന മൂലം പ്രതിസന്ധിയിലായ നിർമ്മാണ മേഖല GST നടപ്പാക്കിയത് പ്രതീക്ഷയോടെയാണ് കണ്ടതെങ്കിലും ഇപ്പോൾ നിരാശയാണ് ഫലം. ഇതുവരെ സിമന്റിന് 14.5% സംസ്ഥാന വാറ്റ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സിമന്റ് കൊണ്ടുവരുമ്പോൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയും സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടിയും വേറെ അടയ്ക്കണം. വാറ്റടക്കം പലവിധ നികുതി ഇനത്തിൽ 30% കമ്പനികൾ അടച്ചുകൊണ്ടിരുന്നത്. വാറ്റിന്റെ ഇരട്ടിയായി GST വർദ്ധിച്ചു എന്ന പ്രചാരണം നടത്തി വില കുറയ്ക്കാതിരിക്കാനാണ് കമ്പനികളുടെ നീക്കം. GST ജൂലൈ 1 മുതൽ നടപ്പാക്കുമെന്ന് വ്യക്തമായതോടെ സിമന്റ് ഡീലർമാർ സ്റ്റോക്ക് എടുക്കുന്നത് ഒരാഴ്ചയായി നിർത്തിയിരിക്കുകയാണ്. ഓർഡർ അനുസരിച്ച് മാത്രം സിമന്റ് എത്തിക്കും. സ്റ്റോക്ക് ചെയ്താൽ ശനിയാഴ്ച മുതൽ GST കൂടി അടയ്ക്കേണ്ടി വരും. അത് നഷ്ടമാകുമെന്ന് കണ്ടാണ് സ്റ്റോക്ക് എടുക്കൽ നിർത്തിയത്. അതുപ്രകാരം ഭൂരിഭാഗം ഡീലർമാരുടെയും വെള്ളിയാഴ്ചയിലെ നീക്കിയിരിപ്പ് 0. അതിനാൽ നികുതിയിലെ കുറവ് ശനിയാഴ്ച മുതൽ തന്നെ പ്രതിഫലിക്കണം. എന്നാൽ വൻകിട കമ്പനികൾ അതിന് തയ്യാറാക്കാത്തതാണ് പ്രശ്നം. ഡീലർമാരിൽ നിന്ന് പഴയ നിരക്കിൽ തന്നെ വില ഈടാക്കാനാണ് കമ്പനികളുടെ നീക്കം. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. GST നിലവിൽ വന്നതോടെ വയനാട് തമിഴ്നാട് അതിർത്തിയിൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. മുത്തങ്ങയിലും പഴൂരിലും മാത്രം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകൾ. മുത്തങ്ങ തകരപ്പാടിയിൽ മാത്രം പോലീസ് ചെക്ക് പോസ്റ്റ്. താളൂർ, നമ്പ്യാർകുന്ന്, പാട്ടവേൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഇല്ലാതായത് കള്ളക്കടത്തുകാർക്കും മയക്കുമരുന്ന് ലോബികൾക്കും അനുഗ്രഹമായി. തമിഴ്നാട് ഭാഗത്ത് ആദായ നികുതി ഒഴികെ ചെക്ക് പോസ്റ്റ് സംവിധാനങ്ങൾ ഇപ്പോഴും കാര്യക്ഷമമായി നിലകൊള്ളുന്നതുകൊണ്ട് മാത്രമാണ് വയനാട് വഴി സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലേക്ക് നിയമവിരുദ്ധ വസ്തുക്കളുടെ കള്ളക്കടത്ത് പരസ്യമായി നടക്കാത്തത്. വയനാട് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റ് വഴി അനധികൃത ചരക്കുകടത്ത് നടക്കുന്നുണ്ടെന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം മുത്തങ്ങ തകരപ്പാടിയിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. എന്നാൽ താളൂർ, നമ്പ്യാർകുന്ന്, പാട്ടവയൽ ഭാഗങ്ങളിൽ GST വന്നതോടെ കേരളത്തിന്റെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. മുൻപ് സംശയകരമായ സാഹചര്യങ്ങളിൽ ആദായ നികുതി ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ച് നടപടികൾ സ്വീകരിച്ച ശേഷമായിരുന്നു കേരളത്തിലേക്ക് പ്രവേശനാനുമതി നൽകിയിരുന്നത്. നേരത്തെ ആദായ നികുതി ചെക്ക് പോസ്റ്റ് മാത്രമുണ്ടായിരുന്ന ഇടങ്ങളിൽ അവ എടുത്തുമാറ്റിയതോടെ സാമൂഹ്യദ്രോഹികൾക്ക് സാധ്യതകൾ ഏറെയായി. ഇവിടങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റുകളിലെല്ലാം റവന്യൂ, ഫോറസ്റ്റ്, പോലീസ് വകുപ്പുകൾ സംയുക്ത പരിശോധന മുറയ്ക്ക് തുടരുന്നുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണ ക്യാമറയുമുണ്ട്. പരിശോധനകളില്ലാത്ത തുറന്ന പാത സാമൂഹ്യവിരുദ്ധർക്ക് സഹായമാകുകയാണ്. പ്രവർത്തനരഹിതമായ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ പോലീസ് ഔട്ട് പോസ്റ്റുകളാക്കി മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. കാലവർഷവും ചതിച്ചതോടെ വയനാട് വരൾച്ച ഭീതിയിൽ. വെള്ളം ലഭിക്കാതെ ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങളാണ് കൃഷിയിറക്കാതെ ഇട്ടിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതായും റിപ്പോർട്ട്. കാലവർഷം തുടങ്ങി ഒരു മാസം പിന്നിട്ട ശേഷം ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 334.8 മില്ലിമീറ്റർ മഴ മാത്രമാണ്. സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറ്റവും കുറവ് ശതമാനം മഴ ലഭിച്ചത് വയനാട്ടിലാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കുകൾ പ്രകാരം ജൂൺ 1 മുതൽ 28 വരെ ലഭിച്ച മഴയുടെ കണക്കാണിത്.
ഈ കാലയളവിൽ 607.6 മില്ലിമീറ്റർ മഴയാണ് ജില്ലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ജൂണിൽ മാത്രം 45% മഴയുടെ കുറവാണ് ഉണ്ടായത്. ജൂൺ 21 വരെ 61% മഴയുടെ കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മാത്രമാണ് കുറച്ചെങ്കിലും മഴ ജില്ലയിൽ ലഭിച്ചത്. 22 മുതൽ 28 വരെ മാത്രം 180 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ജില്ലയിൽ 2015 ജൂണിൽ ലഭിച്ചത് 490 മില്ലിമീറ്റർ മഴയായിരുന്നു. 2016 ജൂണിൽ 432 മില്ലിമീറ്റർ മഴയിൽ താഴെയാണ് ലഭിച്ചത്. 2015 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലയളവിൽ 1648 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് വരെ 985 മില്ലിമീറ്റർ മഴ മാത്രമാണ് ജില്ലയിൽ ലഭിച്ചത്. കഴിഞ്ഞ വർഷം വരൾച്ചയിൽ വറ്റിയ കിണറുകളിൽ പലതും ഇനിയും ഉറവ് വന്ന് വെള്ളം നിറയാത്ത അവസ്ഥയാണുള്ളത്. ആശങ്കയുയർത്തി മഴ ഓരോ വർഷവും കുറയുന്നത് ജില്ലയെ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ജൂൺ 1 മുതൽ 28 വരെ ശരാശരി ലഭിക്കേണ്ടിരുന്ന മഴയേക്കാൾ 7% മഴക്കുറവാണ് സംസ്ഥാനത്തുണ്ടായത്. 554.5 മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. 595.3 മില്ലിമീറ്റർ മഴയാണ് ഈ കാലയളവിൽ പ്രതീക്ഷിച്ചിരുന്നത്. വയനാട് കഴിഞ്ഞാൽ ഇടുക്കിയിലാണ് പ്രതീക്ഷിച്ചതിൽ മഴ ഏറ്റവും കുറവ് വന്നത്. ജില്ലയിലെ മിക്ക പാടങ്ങളിലും വെള്ളം ലഭിക്കാതായതോടെ കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകരുള്ളത്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. കാർഷിക വിളകൾ വൻ വിലത്തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്രം ഇടപെടണമെന്നും സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റി. പാർട്ടി മാനന്തവാടിയിൽ സംഘടിപ്പിച്ച കർഷക സംഗമവും സെമിനാറും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എ. ആന്റണി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ജോൺ ജോസഫ് പ്രബന്ധം അവതരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, വാണിജ്യ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് അടിയന്തരമായി നിവേദനം സമർപ്പിക്കുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘത്തെ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം, പ്രകൃതിക്ഷോഭം, ഉയർന്ന കൃഷിച്ചെലവ് എന്നിവ മൂലം വിഷമിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുവാനും വിലയിരുത്തുവാനും പരിഹാരം കാണുവാനും കേന്ദ്രത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആരും ശ്രദ്ധിച്ചില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. ചെറുകിട കർഷകരുടെ കടബാധ്യത പൂർണ്ണമായി എഴുതിത്തള്ളുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, വയനാട്ടിലെ കൈവശ കൃഷിക്കാർക്ക് പട്ടയം നൽകുക, കാർഷിക പ്രശ്നങ്ങൾ പഠിക്കുവാൻ കാർഷിക കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. വി.എസ്. ചാക്കോ, ജോർജ് വാതുപറമ്പിൽ, വിൽസൺ നെടുങ്കൊമ്പിൽ, ജോർജ് ഊരാശ്ശേരി, പീറ്റർ എം.പി, മുത്തുപള്ളത്ത്, ജോയി ചിറ്റാറ്റുകര തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ കോർപ്പറേറ്റുകൾ, വലിയ വ്യവസായികൾ, ചെറിയ അഡ്വാനിയും അഡാനിയും റിലയൻസ് അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ 8 ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ തിരിച്ചടക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വലിയൊരു സംഖ്യ കിട്ടാക്കടമായിട്ട് എഴുതിത്തള്ളാൻ തയ്യാറാകുമ്പോഴാണ് കേവലം 1 ലക്ഷം കോടിയിൽ താഴെ ബാധ്യതയുള്ള ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ കേന്ദ്രം തയ്യാറാകാതിരിക്കുന്നത് എന്നുള്ളതാണ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. വയനാട് ന്യൂസ്, മാനന്തവാടി. കബനി ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്ന് പുൽപ്പള്ളി മേഖലയിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. വാട്ടർ ടാങ്കിൽ നിറയെ വെള്ളമുണ്ടെങ്കിലും പൈപ്പുകളുടെ തകരാർ കാരണം ജലവിതരണം നടക്കുന്നില്ല. വേനൽക്കാലം മുഴുവൻ കബനി വരണ്ടുകിടക്കുന്നതിനാൽ കബനി ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ജനങ്ങൾക്ക് നേരാവണ്ണം കുടിവെള്ളം കിട്ടിയിരുന്നില്ല. പദ്ധതിയുടെ അഴിമതി നിറഞ്ഞ പൈപ്പുകൾ പലയിടത്തും പൊട്ടി കുടിവെള്ളം പാഴായി. ഇപ്പോൾ കടുത്ത വറുതി കഴിഞ്ഞ് കബനിയിൽ വെള്ളം നിറഞ്ഞപ്പോഴും പുൽപ്പള്ളിക്കാരുടെ വിധി മഴവെള്ളക്കൊയ്ത്ത് നടത്തി ജലാവശ്യങ്ങൾ നിർവഹിക്കുക എന്നതാണ്. ബക്കറ്റുകളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും മഴവെള്ളം പിടിച്ച് ശേഖരിച്ചു വെച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ജലവിതരണം മുടങ്ങി ആഴ്ചകൾ പിന്നിട്ടാലും വറുതി അനുഭവിക്കുന്ന പുൽപ്പള്ളി മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കരാർപ്പണിക്കാർ എത്താറില്ല. കാട്ടിലെ മരം തേവരുടെ ആന, വലിയടാ വലി എന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. പുൽപ്പള്ളി ടൗൺ, സാന്ദീപനിക്കുന്ന്, അത്തിക്കുനി, ചുണ്ടക്കൊല്ലി, ആനപ്പാറ, താന്നിത്തെരുവ്, ചെറ്റപ്പാലം, എരിയപ്പള്ളി പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ കാരണം മഴക്കാലത്തും വാഹനങ്ങളിലെത്തിക്കുന്ന കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പനമരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. ബെവ്കോ സമരത്തോടെ യു.ഡി.എഫിലെ 2 അംഗങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം നിന്നത് മുതൽ അനിശ്ചിതത്വത്തിലായ പഞ്ചായത്ത് ഭരണത്തിനുമേൽ LDF നീക്കം കരിനിഴൽ വീഴ്ത്തി. മുത്തങ്ങ തകരപ്പാടിയിൽ പിടികൂടിയ സ്ഫോടക വസ്തു ശേഖരത്തിന്റെ ഉറവിടം തേടി പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലേക്ക്. സ്ഫോടക വസ്തുക്കൾ കൈമാറിയ സ്ഥലം പോലീസ് കണ്ടെത്തി. അന്വേഷണം കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലേക്കും. സംസ്ഥാനത്തെ ക്വാറികളിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് DYSP
VP സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിയോജൽ, അമോണിയം നൈട്രേറ്റ്, സേഫ്റ്റി ഫ്യൂസ് എന്നിവയുടെ 10 ടണ്ണോളം വരുന്ന സ്ഫോടക വസ്തു ശേഖരമാണ് തകരപ്പാടിയിൽ പിടികൂടിയത്. കൊടുവള്ളി മുക്കിലങ്ങാടിയിൽ നിന്ന് പിടിയിലായ അഷറഫ് കോറികളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്തിരുന്നതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. വയനാട് റെയിൽവേ അടക്കം പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങാൻ UDF സമരപ്രഖ്യാപന കൺവെൻഷനിൽ തീരുമാനം. ബത്തേരിയിൽ കൺവെൻഷൻ MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്തു. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ പാത സർവേക്ക് അനുവദിച്ച തുക പോലും കൈമാറാത്ത സർക്കാർ നിലപാടിനെതിരെ സമരങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർത്താനാണ് തീരുമാനം. സമരങ്ങളുടെ തുടക്കമെന്ന നിലയിൽ ഈ മാസം 22-ന് IC ബാലകൃഷ്ണൻ MLA റെയിൽവേ അട്ടിമറിക്കെതിരെ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ ഉപവാസമിരിക്കും. 22-ന് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് ഉപവാസം. ജനപങ്കാളിത്തത്തോടെ സമരം നടത്താനാണ് തീരുമാനം. ഉപവാസ സമരത്തിന് മുന്നോടിയായി 16, 17 തീയതികളിൽ പഞ്ചായത്ത് തല കൺവെൻഷൻ നടത്തും. 21-ന് വൈകിട്ട് പഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. സമരങ്ങളുടെ രണ്ടാം ഘട്ടത്തിൽ റെയിൽവേ അട്ടിമറിക്കെതിരെ IC ബാലകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. ജില്ലയിലെ മുഴുവൻ വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ ഉപരോധിക്കാനും പരിപാടിയുണ്ട്. ഒന്നാം ഘട്ട സമരങ്ങളിൽ റെയിൽപാത വിഷയത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താനാണ് ആലോചിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജ്, ചുരം ബദൽ റോഡ്, രാത്രിയാത്രാ നിരോധനം, വന്യജീവി പ്രശ്നം, കടക്കെണി തുടങ്ങിയ വിഷയങ്ങൾ സമരത്തിൽ ഉയർത്തിക്കാട്ടും. വയനാടൻ ജനതയുടെ ജീവൽ പ്രശ്നങ്ങളോട് സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കൺവെൻഷൻ വിലയിരുത്തി. UDF ചെയർമാൻ KK എബ്രഹാം അധ്യക്ഷനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. UDFന്റെ പ്രമുഖ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. വയനാട് നഞ്ചൻകോട് മുതൽ നിലമ്പൂർ വരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വയബിളായിട്ടുള്ള ലാഭകരമായ റൂട്ടാണിത് എന്ന് പറയുന്നുണ്ട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ മാനന്തവാടിയിൽ PG സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് U യൂസഫ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി V അഷ്റഫ്, CITU നേതാക്കളായ P വാസു, M സയ്യിദ്, ചിത്രാംഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. JCI മാനന്തവാടി, പഴശ്ശി സ്മാരക ഗ്രന്ഥാലയം, ഫ്രണ്ട്സ് ഓഫ് പാലിയേറ്റീവ് എന്നിവർ സംയുക്തമായി മഴക്കാല രോഗങ്ങളും പാലിയേറ്റീവ് പരിചരണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാനന്തവാടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ ഒഴക്കോടി ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ജിൻസ് ഫാന്റസി അധ്യക്ഷനായിരുന്നു. മഴക്കാല രോഗപ്രതിരോധത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബുവും പാലിയേറ്റീവ് പരിചരണത്തിൽ സുനിത രാജേഷും ക്ലാസ് എടുത്തു. കിടപ്പുരോഗികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. NM ഷാജി, ശ്രീജേഷ് ആലഞ്ചേരി, സാബു KM, ഷിനോജ്, ജൂബിൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാനന്തവാടി ഏരിയ കൺവെൻഷൻ BRCയിൽ ജില്ലാ സെക്രട്ടറി SC ജോൺ ഉദ്ഘാടനം ചെയ്തു. K മത്തായി അധ്യക്ഷനായിരുന്നു. 80 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ M ജമാലുദ്ദീൻ കുട്ടിയും മെമ്പർഷിപ്പ് വിതരണം KP സുകുമാരനും നിർവഹിച്ചു. P രാജൻ, CM അന്ന, MK ശ്രീധരൻ, KVLC, MA പൗലോസ്, ജമ്മ റോഡ്രിഗ്സ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മാനന്തവാടി നഗരസഭ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചു. നഗരസഭാ പരിധിയിലെ 117 വിദ്യാർത്ഥികളാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഉന്നത വിജയം നേടിയ MS ശരണ്യ, ഡോക്ടർ സുമി സുരേന്ദ്രൻ, അഖിൽ രാജ് എന്നിവരെയും ആദരിച്ചു. ബിമൽദാസിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ പ്രതിഭ ശശി അധ്യക്ഷയായിരുന്നു. PT ബിജു, കടവത്ത് മുഹമ്മദ്, ജേക്കബ് സെബാസ്റ്റ്യൻ, A ഉണ്ണികൃഷ്ണൻ, PV ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സഹകരണത്തോടെ ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂൾ പുറത്തിറക്കിയ പരിസ്ഥിതി പത്രമായ മന്ദാരം മാധ്യമപ്രവർത്തകൻ CM അബു താഹിർ സ്കൂൾ ലീഡർ അപർണ അനിലിന് നൽകി പ്രകാശനം ചെയ്തു. SMC ചെയർമാൻ KS അശോകൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക ഇന്ദിര സ്വാഗതവും സയൻസ് ക്ലബ്ബ് കൺവീനർ ദീപ നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം പ്രമേയമാക്കി സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പത്രത്തിൽ 18 വിദ്യാർത്ഥികളുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. ആദിമ ഗോത്രജീവിതങ്ങളുടെ ആത്മാവിനെ ക്യാൻവാസിലെ വരകളിലൂടെ പ്രകാശിപ്പിക്കുകയാണ് മേപ്പാടി തൃക്കൈപ്പറ്റ ഇടിഞ്ഞകൊല്ലി കോളനിയിലെ MR രമേശ്. ജലഛായത്തിൽ രൂപം കൊള്ളുന്ന കഥാപാത്രങ്ങൾക്ക് പശ്ചാത്തലമാകുന്നത് കറുത്തമാഷി ഉപയോഗിച്ചെഴുതിയ വരകൾ. സാജർ പുത്തലന്റെ റിപ്പോർട്ട്. താൻ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ പച്ചയായ ജീവിതാവസ്ഥകൾ ഈ കലാകാരന്റെ ഓരോ രചനകളിലും പ്രതിഫലിക്കുന്നു. തൃക്കൈപ്പറ്റ ഇടിഞ്ഞകൊല്ലി കോളനിയിലെ രാഘവന്റെയും രാധയുടെയും മകനായ രമേഷിന് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഉപജീവന മാർഗം. എന്നാൽ കണ്ടും കേട്ടുമറിഞ്ഞ ഗോത്രജീവിത സംസ്കാരത്തെ തികഞ്ഞ കലാകാരന്റെ കയ്യൊതുക്കത്തോടെ കാൻവാസുകളിലേക്ക് പകർത്തിയപ്പോൾ
ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് ചിത്രകലയിലൂടെ പുറം ലോകവുമായി സംവദിച്ച ആദ്യ കലാകാരൻ എന്ന ബഹുമതി രമേശിനെ തേടിയെത്തി. കൃഷിയുടെയും മറ്റും ഇടവേളകളിൽ വരച്ച ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ ചിത്രകല പരിശീലിക്കാൻ രമേശ് തീരുമാനിക്കുകയായിരുന്നു. മാനന്തവാടി ആർട്ട്രോണിലും കോഴിക്കോട് SK പൊറ്റക്കാട് കൾച്ചറൽ സെന്ററിലും പരിശീലനം പൂർത്തിയാക്കി. ഈ പരിശീലനം രമേശിന്റെ ഭാവനകൾക്ക് കൂടുതൽ നിറം പകർന്നു. ജലച്ചായത്തിൽ തീർക്കുന്ന കഥാപാത്രങ്ങൾക്ക് പശ്ചാത്തലമാകുന്നത് കറുത്ത പേന വരകൾ കൊണ്ട് തീർക്കുന്ന പ്രകൃതിയുടെ സമ്പന്നമായ കാഴ്ചയാണ്. ഈ സവിശേഷമായ രചനാരീതിയാണ് രമേശിനെ വ്യത്യസ്തനാക്കുന്നത്. ഭാവനയുടെ വലിയൊരു ലോകം ഉള്ളിലൊതുക്കുന്ന പ്രതിഭയാണ് രമേശ്. പൊതുസമൂഹം ഈ കലാകാരന് അറിയിക്കുന്ന പരിഗണന കൊടുത്താൽ ഒരുപക്ഷെ വയനാട്ടിലെ ഗോത്ര സമൂഹത്തിന്റെ അഭിമാനമായി രമേശ് വളർന്നേക്കാം. വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിത രീതികളെപ്പറ്റി പ്രതിപാദിക്കുന്ന തോട എന്ന സചിത്ര പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് രമേശ്. ഇതിനിടെ 25ഓളം ചിത്രങ്ങളുടെ പ്രദർശനവും രമേശ് നടത്തി. ഞാൻ ചെയ്ത ബുക്സാണ് മറ്റേ തോട എന്ന് പറയുന്ന ബുക്ക്. അത് ഇവരത് പടയ വിഭാഗക്കാരെ കമ്മലാണ് ശരിക്കും തോട എന്ന് പറയുന്നത്. അത് പിന്നെ ഈ വിഭാഗക്കാരെ പറ്റി കൂടുതലായി ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് ആ പേര് ഇട്ടത് ശരിക്കും. അതിൽ പിന്നെ വയനാട്ടിലെ കാട്ടുനായ്ക്ക പണിയ മുള്ളക്കുറുമ കുറിച്ച് ഈ നമ്മളെ വിഭാഗക്കാരെ ജനനം തൊട്ട് മരണാനന്തര കർമ്മം വരെയുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. അവസാനമായ പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലുറപ്പ് പദ്ധതി കൂലി കുടിശ്ശിക കേന്ദ്രം സംസ്ഥാനത്തിന് 750 കോടി രൂപ അനുവദിച്ചു. ഈ മാസം 21-നകം ഗഡുക്കളായി തുക സംസ്ഥാനത്തിന് കൈമാറും. നടപടി ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമാകും. വില കുറയ്ക്കില്ലെന്ന് പൗൾട്രി ഫെഡറേഷൻ. നാളെ മുതൽ കോഴിക്കടകൾ അടച്ചിടും. തോന്നിയ വിലയ്ക്ക് കോഴി വിൽക്കാമെന്ന് കമ്പനികൾ കരുതണ്ട. നികുതി വെട്ടിപ്പ് പിടിക്കാൻ ദ്രുതകർമ്മസേനയെ അയക്കുമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. GST ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സിമന്റ് കമ്പനികൾ തന്ത്രം മെനയുന്നു. വയനാട് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധനയില്ല. കാലവർഷം ചതിച്ചു. ജില്ലയിൽ ഹെക്ടർ കണക്കിന് വയലുകളിൽ കൃഷി ഇറക്കിയില്ല. വില തകർച്ചയിൽ നിന്ന് കർഷകരെ കരകയറ്റാൻ കേന്ദ്രം ഇടപെടണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ്. പനമരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസ പ്രമേയ നോട്ടീസ്. സ്ഥിരം സമിതി അധ്യക്ഷയ്ക്കെതിരെ പ്രമേയത്തിൽ വോട്ടിംഗ് 13-ന്. വയനാട് റെയിൽവേ അടക്കം പദ്ധതി അട്ടിമറിക്കെതിരെ UDF പ്രക്ഷോഭത്തിന്. 22-ന് IC ബാലകൃഷ്ണൻ MLA ബത്തേരിയിൽ നിരാഹാര സമരം ചെയ്യും. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.